ജലവിമാന പദ്ധതി വീണ്ടും കേരളത്തിൽ സജീവമായ ചർച്ചാ വിഷയമാവുകയാണ്. ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് CPI നേതാവ് കൂടിയായ മുല്ലക്കര രത്നാകരനാണ്. സർ, ഏറ്റവും പ്രധാനം സീപ്ലെയിൻ പദ്ധതി ഒരു ഘട്ടത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നു. വീണ്ടും ആ പദ്ധതി അന്ന് എതിർപ്പോടെ തുറന്ന് അവസാനിപ്പിച്ചുവെങ്കിൽ അത് തുടങ്ങാൻ വീണ്ടും തീരുമാനമെടുക്കുന്നു. എന്നാണ് ഇക്കാര്യത്തിൽ CPIയുടെ ഒരു വ്യക്തമായ നിലപാട്? ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ജലമാണ്. ജലം ചിലപ്പോൾ ഇപ്പൊ പ്രളയമൊക്കെ വരുമ്പോൾ നമുക്ക് അത് അനുഗ്രഹത്തിനപ്പുറം ഒരു നിഗ്രഹ സ്വഭാവം കൈവരിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഭാവിയിലെ ഏറ്റവും വലിയ സമ്പത്തായി മാറുന്ന ജലവുമായി ബന്ധപ്പെട്ട മത്സ്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സാധ്യതയാണ്. ടൂറിസവും നമ്മുടെ സാധ്യതയാണ്. ടൂറിസത്തിന്റെ ഒരു സാധ്യത ജലവും കൂടിയാണ്. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഈ കയറ്റിറക്കങ്ങളുള്ള കാഴ്ചയ്ക്ക് ഒരുപാട് തരത്തിൽ സൗകര്യങ്ങളും നമ്മുടെ മനസ്സിൽ ആസ്വാദനത്തിന്റെ ഒരു പരിമിതിയില്ലാത്ത അളവിൽ നന്മ സൃഷ്ടിക്കാൻ കഴിയുന്നതും കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് കേരളം ടൂറിസത്തിനും സാധ്യതയുള്ളതാണ്. പക്ഷെ ജലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരിൽ മിക്കവാറും അതിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളോ മുതലാളിമാരോ ഒഴിച്ച് ബാക്കി എല്ലാവരും സാധാരണക്കാരാണ്. ആ സാധാരണക്കാരായ മനുഷ്യന്റെ ഉപജീവന മാർഗമായി ഈ ജലവുമായി ബന്ധപ്പെട്ട തൊഴിലും ജലത്തിലുണ്ടാകുന്ന വിഭവങ്ങളും നിൽക്കുമ്പോൾ അതിന് തടസ്സം വരാവുന്ന തരത്തിൽ ഏതുണ്ടാവുന്നതും കേരളത്തിൽ ഒരു അരക്ഷിതാവസ്ഥ തീരദേശത്തും ജലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെയുള്ള മനുഷ്യരിലും സൃഷ്ടിക്കും. അതുകൊണ്ടാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിലെയും തീരദേശത്തുള്ളവരും പ്രത്യേകിച്ച് കായലോര മേഖലയിലുള്ളവരുമൊക്കെ ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ അതിൽ ഗവൺമെന്റ് ഒരു പരിഹാരം കണ്ടെത്തണം. ലോകത്തിലുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് പരിക്കില്ലാതെ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങൾ അവരുടെ തൊഴിൽ സുരക്ഷയ്ക്കും ഒപ്പം അവരുടെ ഭാവി കുഴപ്പമില്ലാതെ പരിക്കില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഈ പദ്ധതി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആണാണ്. അതായത് കേരളത്തിന്റെ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ തന്നെ വലിയ പങ്ക് നമ്മുടെ കടലുമായും കായലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മത്സ്യസമ്പത്ത് കൂടിയാണ്. അതിൽ നിന്ന് ഒരുപാട് മറ്റ് സാധ്യതകൾ, ഇപ്പം തിരയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമോ, മറ്റ് ഒരുപക്ഷെ കേരളത്തിൽ ഒരു ജലക്ഷാമമൊക്കെ ഭാവിയിൽ ഒരു വരൾച്ചയൊക്കെ വന്നാൽ നമുക്കൊരുപക്ഷെ കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധജലം തേടേണ്ടിയും വരും. അത്തരം ഒരു സാധ്യതയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ അകത്ത ജലം, അതായത് കായൽ ഉൾപ്പെടെയുള്ള ജലത്തിൽ വലിയ പങ്ക് മലിനപ്പെട്ടു പോയിട്ടുണ്ട്. അത് വീണ്ടെടുക്കണമെന്നാണ് സ്വാമിനാഥൻ റിപ്പോർട്ടിൽ, കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അത് ഒരുപാട് മലിനപ്പെട്ടു പോയാൽ അദ്ദേഹം തന്നെ ആശങ്കപ്പെടുന്നത് മത്സ്യസമ്പത്ത് കൂടി നശിക്കാൻ സാധ്യതയുണ്ട്. സീപ്ലെയിൻ പദ്ധതി അത്ര തരത്തിൽ പ്രശ്നമുള്ളതാണോ? കാരണം ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അത്തരം കാര്യങ്ങൾ സീപ്ലെയിൻ പദ്ധതി കൊണ്ട് അതിന് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഒരു പ്രശ്നം, കായൽ ഇത് ഇറങ്ങുകയും അവിടെ മത്സ്യത്തൊഴിലാളികൾ ഈ ഏതാണ്ട് രാത്രി ഒരു സമയമൊഴിച്ചാൽ ബാക്കി എല്ലാ സമയവും മത്സ്യശേഖരണം നടത്തുന്നവരുമാണ്. അവർക്കൊരാശങ്കയുണ്ട്. അവരുടെ തൊഴിലിനെയും അവരുടെ ജീവിതത്തെയും ഇത് ബാധിക്കുമോ എന്നുള്ളത് അവരുടെ ആശങ്കയാണ്. അവർ പറയുന്ന മറ്റ് ചെറിയ കുറച്ച് മനുഷ്യരാണ് ഇതിൽ വരുന്നത്, അവരുടെ ഒരു വലിയ കൂട്ടം മനുഷ്യരാണ്. അപ്പോൾ കുറച്ചു പേർക്ക് വേണ്ടി വലിയ കൂട്ടം, അതല്ല അതിന്റെ പ്രശ്നം. അതിന്റെ പ്രശ്നം അവരുമായി ചർച്ച ചെയ്ത്, അത് വിദഗ്ധരുമായി ചർച്ച ചെയ്ത്, അതായത് അവർ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം അതുപോലെ ആകണമെന്നില്ല, അതിനെ പരിക്കില്ലാതെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് ഈ രണ്ടു കൂട്ടരെയും സമവായത്തിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് കേരളത്തിന്റെ ജലം ഉപയോഗിച്ചുള്ള ടൂറിസത്തിനും ജലത്തിൽ സാധാരണ മനുഷ്യൻ ജീവിച്ചു വന്ന ജീവിത രീതിയുടെ ആശങ്ക അവരിപ്പോൾ ഉന്നയിക്കുന്നത് മറികടന്നും ഒരു പദ്ധതി ഉണ്ടാവുന്നതാണ് നല്ലത്. കേരളത്തിലെ സീപ്ലെയിൻ പദ്ധതി ആദ്യമായി കൊണ്ടുവരുന്ന സമയത്ത് വലിയ എതിർപ്പ് CPIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ സർക്കാരിനെ കൂടി ഇക്കാര്യത്തിൽ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു ചർച്ച മത്സ്യത്തൊഴിലാളികളുമായി നടത്തണമെന്ന ആവശ്യം CPI മുന്നോട്ട് വെക്കുമോ? അതല്ല, സ്വാഭാവികമായി ഇത് വേണ്ടതാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്
കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മത്സ്യത്തൊഴിലാളികളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം മത്സ്യത്തൊഴിലാളികളുമായി ഒരു ആശയവിനിമയം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആശയം നടത്തണമെന്ന് അവർ പറയുമ്പോൾ ആർക്കെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാറി നിൽക്കാൻ പറ്റൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് അഭിപ്രായത്തെ പോസിറ്റീവാണ് എടുത്തിരിക്കുന്നത്. അതായത് ആ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ പദ്ധതിയിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ചിലതിൽ ഭേദഗതി വരുത്തണമെങ്കിൽ, അതായത് ചിലയിടത്ത് ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ ചിലത് കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ, ഇപ്പൊ കൂടുതലായി വരുന്നുണ്ട് സീപ്ലെയിൽ എന്ന് പറയുന്നത് സീപ്ലെയിൽ മാത്രമാക്കണോ അതോ വയനാടിന്റെയും ഇടുക്കിയെയും ഈ രണ്ട് കേന്ദ്രങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസം സാധ്യതയുള്ള, അപ്പൊ അതിനെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഫ്ലൈറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഈ സീപ്ലെയിന് പകരം അപ്പോഴത് പൊതുവായി ചെറിയ വിമാനങ്ങളുടെ സർവീസായി മാറും. അത് ടൂറിസം മേഖലയിൽ ഉണ്ടാക്കുന്ന സാധ്യത വളരെ വലുതായിരിക്കും. ഒപ്പം ഈ ജലത്തിൽ വന്നിറങ്ങി ജലത്തിലൂടെ സഞ്ചരിച്ച് ജലത്തിന്റെ കാഴ്ചകൾ കണ്ട് പോകാനുള്ള മനുഷ്യന്റെ മോഹവും വളർന്നു വരികയാണ് ലോകത്ത്. അപ്പൊ ഇതിന്റെ എല്ലാം ചർച്ച ചെയ്ത് പരിഹാരം കാണണം, ഒന്നും വേണ്ടാന്ന് വെക്കലല്ല. കൊല്ലത്ത് ഈ പദ്ധതി നടപ്പാക്കണ്ടേ? സ്വാഭാവികമായും വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. താങ്കൾ ഈ കൊല്ലത്തെ ഒരു പരിസ്ഥിതി മേഖലയുമായി അടക്കമുള്ള ചർച്ച നടത്തുകയും വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. കൊല്ലത്ത് ഈ പദ്ധതി നടപ്പാക്കേണ്ടത് അനിവാര്യതയിലെ ടൂറിസം രംഗത്തുകൂടി അത് തന്നെ ഇവിടെയും അത് ചർച്ച ചെയ്യണമെന്ന്. അതായത് ജലത്തിന്റെ ആവശ്യകതയും ജലത്തിൽ നിന്ന് സ്വന്തം ജീവിതത്തെ കരിപ്പിടിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ അഭിപ്രായം വളരെ പ്രധാനമാണ്. ആ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് എവിടെയും പരിക്കില്ലാതെ അവരുടെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേൽപ്പിക്കാതെ നടപ്പാക്കാൻ കഴിയുന്ന സംവിധാനം ഇന്ന് ലോകത്ത് ഒരുപാട് അറിവും ഒരുപാട് ടെക്നോളജിയും വികസിച്ചിട്ടുണ്ട്. അതുണ്ടാക്കാൻ കഴിയും. വേണമെങ്കിൽ ഈ സീപ്ലെയിനിൽ തന്നെ കൊല്ലത്ത് ഇറക്കുന്നവർക്ക് ഈ സീപ്ലെയിൻ കൊല്ലത്ത് വന്നിറങ്ങുമ്പോൾ ഒരു കായലിൽ ഓളം സൃഷ്ടിക്കാതെ ഇറങ്ങാവുന്ന സംവിധാനം പോലും ആധുനിക ടെക്നോളജി വളർന്നു വരുന്നുണ്ട്. ആ ടെക്നോളജി എല്ലാം ഉപയോഗിക്കണം. അതായത് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഒന്നും അടച്ചിടുന്നിനി, എന്നാൽ സാധ്യതകൾ തുറക്കുമ്പം ഏതെങ്കിലും വിഭാഗത്തിന് വലിയ ആശങ്കയുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ച് ഈ സാധ്യതകൾ വികസനത്തിനെതിരല്ല ആശങ്കകൾ പരിഹരിക്കുകയാണ് വേണ്ടത്. പരിഹരിക്കണം. അതായത് നമ്മൾ വികസനത്തിന് CPI എതിരല്ല, ആശങ്കകൾ പരിഹരിക്കണം. അല്ല, വികസനത്തിന് ആരും എതിരാവാൻ പറ്റുകയല്ല. കാരണം നമ്മുടെ നിലവിലുള്ള തൊഴിൽ മേഖലയെല്ലാം ആധുനിക തൊഴിൽ മേഖല പ്രതിസന്ധിയിലാവുകയാണ്, പ്രത്യേകിച്ച് AI ഒക്കെ കൂടെ വരുമ്പോൾ. അപ്പൊ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഈ AI-യുടെ ഒരു സാധ്യത തന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാവുന്ന അറിവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അറിവ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് കൂടി കൂടുതൽ അവരെ ജീവിതം ഭാവി ശോഭനമാകുന്ന തരത്തിലേക്ക് ആ അറിവുകൾ സമന്വയിപ്പിക്കുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് വികസനം പരിസ്ഥിതി സൗഹൃദമാവണം, ഒപ്പം തൊഴിൽ സൗഹൃദം കൂടിയാവണം.